നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിഴക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടുന്നത് BJP ആയിരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയും. വരുന്ന ശനിയാഴ്ച തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം പൂർത്തിയാക്കാൻ ഇരിക്കെയാണ് അമിത്ഷായുടെ ഈ പ്രവചനം എന്ന് പറയപ്പെടുന്നത്. അമിത്ഷാ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? ദക്ഷിണേന്ത്യയിലടക്കം അത്തരത്തിലൊരു വലിയ തീരുമാനമെടുത്തിരിക്കുന്നു. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവിടങ്ങളിൽ എന്താണ് പ്രതീക്ഷയെന്ന അദ്ദേഹത്തിനോടുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ബംഗാളിലടക്കം പാർട്ടിക്കുള്ള പ്രതീക്ഷ അമിത്ഷാ പങ്കുവയ്ക്കുകയായിരുന്നു. ബംഗാളിൽ ഞങ്ങൾ കാര്യമായിട്ടുള്ള ലീഡ് നിലനിർത്തുമെന്നും 42-ൽ 24 മുതൽ 30 വരെ സീറ്റുകളിൽ വിജയിച്ചേക്കുമെന്നും ഒഡീഷയിൽ 21-ൽ 17 സീറ്റുകൾ ആണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും തെലുങ്കാനയിൽ 17-ൽ 10 NDA വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറയാം. ആന്ധ്രാപ്രദേശിൽ ഞങ്ങൾ വലിയൊരു ശതമാനം സീറ്റുകളും അവിടെ നിന്ന് നേടിയെടുക്കുമെന്ന് കൂടി അമിത്ഷാ പറയുന്നുണ്ട്. രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഇപ്പോൾ തന്നെ പ്രബല ശക്തിയായിട്ടുള്ള BJP ഇത്തവണ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന കിഴക്കും തെക്കും മേഖലകളിൽ ആ രണ്ട് മേഖലകൾ കൂടി തങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കുവാൻ ശക്തമായി ശ്രമിച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വോട്ടെണ്ണൽ നടക്കുവാനുള്ള സാധ്യത അല്ലെങ്കിൽ വോട്ടെണ്ണൽ നടക്കാൻ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം വിലയിരുത്തലുകൾ നടത്തിയിരിക്കുന്നത്. ഒഡീഷയിൽ നവീൻ പട്നായിക്കിൻ്റെ നേതൃത്വത്തിലുള്ള BJD സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പോലും. ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസിനെ നേരിടുവാൻ N. ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയുമായിട്ട് BJP സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. അതായത് ആന്ധ്രാപ്രദേശിൽ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ എന്നിവ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിൽ തങ്ങൾ ഏറ്റവും വലിയ പാർട്ടിയായി ഉയർന്നു വരും, അത് ഉറപ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കേരളം, തമിഴ്നാട് എന്നീ 5 സംസ്ഥാനങ്ങൾ ഏറ്റവും വലിയ പാർട്ടിയായി തങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് അമിത്ഷാ പറയുന്നത്. അതായത് 57 ലോക്സഭാ സീറ്റുകളിലേക്ക് കൂടി ഇനി ശനിയാഴ്ച അവസാനഘട്ട വോട്ടെടുപ്പ് കൂടി നടക്കേണ്ടതുണ്ട്. ഇതിൽ 26 ഒഡീഷ, ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത്. ജൂൺ 4 നടക്കുന്ന വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ BJP നേടുന്ന വോട്ടുകൾ അല്ലെങ്കിൽ വോട്ട് ശതമാനങ്ങൾ എത്രയാണ് എന്ന് വളരെ കൃത്യമായി പറയുവാൻ അമിത്ഷായ്ക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കിഴക്കൻ മേഖലകളിലും വടക്കൻ മേഖലകളിലും അടക്കം വലിയ മുന്നേറ്റം നടത്തുവാൻ BJPക്ക് കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ BJP 400 സീറ്റിലേക്ക് എത്തപ്പെടും എന്നാണ് അമിത്ഷായുടെ കണക്കുകൂട്ടലുകൾ. കേരളത്തിലടക്കം അക്കൗണ്ട് തുറക്കുന്നു. തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുന്നു. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക തുടങ്ങിയ ദക്ഷിണേഷ്യൻ സംസ്ഥാനങ്ങൾ മുഴുവൻ, ദക്ഷിണേന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ മുഴുവൻ വലിയ നേട്ടങ്ങൾ BJPക്ക് കൊയ്യാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല UP അടക്കമുള്ളവയിൽ 70 സീറ്റിലധികം നേടുവാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ വലിയ കണക്കുകളുടെ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അമിത്ഷാ പറയുന്നത്. അങ്ങനെ വലിയ കണക്കുകൂട്ടലുകൾ വളരെ കൃത്യമായി നടപ്പിലാക്കുവാൻ BJPക്ക് കഴിയുമെന്നുള്ളതിൻ്റെ സൂചനയാണ് വരാൻ പോകുന്ന ഈ ജൂൺ 4 അറിയാൻ പോകുന്നത് എന്നാണ് അമിത്ഷാ പറയുന്നത്. ഈ ജൂൺ 1 ശനിയാഴ്ച നടക്കുന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പോടുകൂടി തെരഞ്ഞെടുപ്പ് പരമ്പര, അതായത് കഴിഞ്ഞ 7 ഘട്ടങ്ങളിലായി നടക്കുന്ന പരമ്പര അവസാനിക്കുകയാണ്. ആ 7ാം ഘട്ടം കൂടി പൂർത്തിയാകുന്നതോടുകൂടി ജൂൺ 4 വോട്ടെണ്ണലാണ്. ആ വോട്ടെണ്ണൽ ദിവസം കൃത്യമായി BJP അധികാരത്തിലെത്തുന്നത് 400 സീറ്റുകളോട് കൂടിയാണ് എന്നാണ് അമിത്ഷാ ഇപ്പോൾ പ്രവചിക്കുന്നത്.